ശബരിമലയിൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുമ്പോഴും പമ്പയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വലയുകയാണ് ഭക്തർ. പണം നൽകി ഉപയോഗിക്കാനാവുന്ന 2 ശുചിമുറികൾ മാത്രമാണ് പമ്പയിൽ ഇപ്പോൾ ഉള്ളത്. ബയോ ടോയ്ലറ്റുകൾ പമ്പാതീരത്ത് എത്തിച്ചെങ്കിലും ഇതുവരെയും പ്രവർത്തന സജ്ജമായിട്ടില്ല. പമ്പയിൽ നിന്നും ഗോകുൽനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തീർത്ഥാടനം തുടങ്ങിയ 5-ാം ദിവസം എന്താണോ പമ്പയിൽ ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് അത് ദേവസ്വം ബോർഡോ അധികൃതരോ ചെയ്തില്ല എന്നുള്ളതാണ്. അടിസ്ഥാന സൗകര്യങ്ങളിൽ വേണ്ടിയിരുന്ന ഒന്നും തന്നെ പമ്പയിൽ ഇല്ല എന്നുള്ളതാണ്. ശുചിമുറി സംവിധാനങ്ങൾ പലപ്പോഴും പമ്പാ തീരത്ത് തന്നെ പ്രഭാത കൃത്യങ്ങൾ അടക്കം നിർവഹിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണേണ്ട വന്നു. ഏതായാലും ബയോ ടോയ്ലറ്റുകൾ അടക്കം സ്ഥാപിക്കേണ്ട ഇടത്ത് ബയോ ടോയ്ലറ്റുകളില്ല. അതിനപ്പുറത്തേക്ക് പേ ആൻഡ് യൂസ് ടോയ്ലറ്റുകൾ മാത്രമാണ് ഉള്ളത്. അതും 2 എണ്ണമാണ്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ടോയ്ലറ്റുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് മാളികപ്പുറങ്ങളടക്കം വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം കൂടി പമ്പയിൽ നിന്ന് കാണേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഭക്തർ വളരെ ബുദ്ധിമുട്ടിലാണ് പമ്പയിൽ ശുചിമുറി ആവശ്യങ്ങൾ നിറവേറ്റാനായി പൊതുവിടങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. അത്രത്തോളം ബുദ്ധിമുട്ടിലായതുകൊണ്ട് മാത്രമാണ് അവർക്ക് അത്തരത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും നമ്മളുടെ വാർത്ത കഴിഞ്ഞ ദിവസം വന്നതിന് പിന്നാലെയാണ് ഈ പ്രദേശത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഡ്യൂട്ടിക്ക് ഇടുകയും കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ മറ്റ് പല പ്രദേശങ്ങളിലായി ഡ്യൂട്ടിക്ക് ഇടുകയും പൊതുവിടങ്ങളിൽ ശുചി ആവശ്യങ്ങൾ നിറവേറ്റുന്നവരെ കണ്ടെത്താനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനമോ അല്ലെങ്കിൽ വെക്കേണ്ടിയിരുന്ന ബയോ ടോയ്ലറ്റുകളോ കാര്യങ്ങളോ ഒന്നും വെക്കാത്ത തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പമ്പയിൽ ഒരു മൂലയ്ക്ക് മാത്രമായി 4ഓളം ബയോ ടോയ്ലറ്റുകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ പ്രവർത്തനരഹിതമാണ്. അറിയാൻ സാധിച്ചത് അത് മരക്കൂട്ടം ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചു എന്നുള്ളതാണ്. അപ്പോഴും ഈ പ്രദേശത്ത് പമ്പ അടങ്ങുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ അടിസ്ഥാനപരമായി വേണ്ടിയിരുന്ന ഒന്നാണ് ഈ ബയോ ടോയ്ലറ്റുകൾ അടക്കമുള്ളവ. പക്ഷേ അത്തരത്തിലുള്ള ബയോ ടോയ്ലറ്റുകൾ അടക്കമുള്ളവ ഒന്നും കാണാൻ നമുക്കവിടെ സാധിച്ചില്ല എന്നുള്ളതാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ ഒന്നും തന്നെ നിറവേറ്റാതെയാണ് ഇക്കുറി ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ചതിനുള്ള നേർക്കാഴ്ച കൂടിയാണ് പമ്പയിൽ നിന്ന് നമ്മൾ കണ്ടത്. വീഡിയോ സജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ പമ്പ.